ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിന് മുന്നറിയിപ്പുമായി വീണ്ടും സൈനിക മേധാവി. ആഭ്യന്തര കലാപത്തിൽ രാജ്യം വീർപ്പുമുട്ടുകയാണെന്നും ഇങ്ങനെ പോയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുമാണ് മുന്നറിയിപ്പ്. ബംഗ്ലാദേശിൽ സൈന്യവും സർക്കാരുമായുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് വാക്കുകൾ. സൈന്യത്തിനെതിരെ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ജനരോഷവും അക്രമവും ചൂണ്ടിക്കാട്ടിയാണ് സൈനിക മേധാവി ജനറൽ വക്കർ ഉസ്സമാന്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം ധാക്കയിലെ കോക്കസ് ബസാർ മേഖലയിൽ വ്യോമസേനാ താവളം ജനങ്ങൾ ആക്രമിച്ചിരുന്നു. സൈന്യം തിരിച്ചു നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ വലിയ ജനരോഷമാണ് സൈന്യത്തിനെതിരെ പ്രദേശത്ത് ഉയർന്നത്. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കിയ ശേഷം ബംഗ്ലാദേശ് ഓരോ ദിവസവും കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ആദ്യം രാജ്യത്തെ ഹിന്ദു സമൂഹത്തെ ലക്ഷ്യമിട്ട് നടന്ന കലാപങ്ങൾ ഇന്ന് സൈന്യത്തിനെതിരെ തിരിയുന്ന സ്ഥിതിയാണ്. പാക് ചാര സംഘടനയായ ISIയുടെ സ്വാധീനം ബംഗ്ലാദേശ് സൈന്യത്തിൽ വർദ്ധിക്കുന്നതും സ്ഥിതി രൂക്ഷമാക്കുന്നു. സൈനിക മേധാവി ഇതിനെതിരെ പലതവണ രംഗത്ത് വന്നെങ്കിലും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സമീപനമാണ് യൂനുസ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ സൈന്യവും സർക്കാരുമായുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുകയാണെന്ന് തെളിയിക്കുന്നതാണ് ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ വാക്കുകൾ. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് പിന്നാലെ അവാമി ലീഗ് പ്രവർത്തകരാണെന്ന് ആരോപിച്ച് കൈയൊഴിയാനാണ് യൂനുസ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ജനങ്ങൾ പരസ്പരം പോരടിക്കുകയാണെന്നും വക്കർ ഉസ്സമാൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് വരെ രാജ്യത്തെ ഐക്യം നിലനിർത്തേണ്ടതുണ്ടെന്നും ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും പണയപ്പെടുത്തേണ്ടി വരുമെന്നും സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.